നമുക്കിന്ന് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് വേഗത്തിലൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ആദ്യം നമുക്ക് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ കുറച്ച് ക്ലാസിഫിക്കേഷനാണ് വരുന്നത് നിങ്ങൾക്കറിയാം. അതിലൊന്ന് മാറ്റർ എന്നാണെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ വരുന്നുണ്ട് നിങ്ങൾക്കറിയാം. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനേയും മാറ്റർ എന്ന് വിളിക്കാം. വിച്ച് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. മാസും സ്പേസുള്ള എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. ആ മാറ്ററിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നത് മിക്സ്ചേഴ്സ് എന്നും പ്യുവർ സബ്സ്റ്റൻസസും എന്നായിട്ടാണ്. ആ മിക്സ്ചേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹോമോജീനിയസും ഹെട്രോജീനിയസ് മിക്സ്ചറും ഉണ്ട്. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേപോലെ, എല്ലായിടത്തും ഒരേപോലെ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. ഹെട്രോജീനിയസ് എന്ന് പറയുമ്പം നോൺ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. വെരി സിമ്പിൾ, ഇത് പഠിക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. അപ്പോൾ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും, ഒറ്റ ഫേസേ ഉണ്ടാവുള്ളൂ, ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ കഴിയൂല, അപ്പോൾ അപ്പുറത്ത് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ എക്സാമ്പിൾ എയർ, ഷുഗർ, കെറോസിനൊക്കെ അതിന് എക്സാമ്പിളാണ്. ഹെട്രോജീനിയസ് അതിന് നേരെ ഓപ്പോസിറ്റ്, നോൺ യൂണിഫോം ആണ്, രണ്ടിലധികം ഫേസ് ഉണ്ടാവും, ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും, മഡി വാട്ടർ കാര്യങ്ങളൊക്കെ. സോ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, മെയിൻലി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ ചെറിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ പ്യുവർ സബ്സ്റ്റൻസസ് എന്നുള്ളതിനെ എലമെൻറ്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നായിട്ട് വേർതിരിക്കാം. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ H2O ഒരു പ്യുവർ സബ്സ്റ്റൻസാണ്. ആ H2Oയിൽ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉള്ളതുകൊണ്ട് അതൊരു കോമ്പൗണ്ടാണ്. എന്നാൽ എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എലമെൻ്റായിട്ട് ഇപ്പം ആറ്റംസ്, മോളിക്യൂൾസ്, അപ്പോൾ O3 എന്ന് പറയുന്നത് 3 ഓക്സിജനാണുള്ളത്. അതൊരു പ്യുവർ സബ്സ്റ്റൻസാണ്, ഒരു 3 ഓക്സിജൻ ഒരുമിച്ചുള്ളത്, അതുകൊണ്ട് നമുക്ക് അതിനെ എലമെൻ്റ് എന്ന് വിളിക്കാം. ഇനി സോഡിയം, കാർബൺ, അതിനൊക്കെ നമുക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കാം. ആറ്റംസ്, മോളിക്യൂൾസ് ഒക്കെയാണ് എലമെൻറ്റ്സ് ആയിട്ട് പോകുന്നത്. റെഡി. ദെൻ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. കെമിക്കൽ കോമ്പിനേഷൻ്റെ നിയമങ്ങൾ എത്ര എണ്ണമാണ് മക്കളെ? 5 നിയമങ്ങളാണുള്ളത്. ഒന്ന് കൺസർവേഷൻ ഓഫ് മാസ്, മറ്റൊന്ന് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മറ്റൊന്ന് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, നാലാമത്തത് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയൂംസ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് അവഗാഡ്രോസ് ലോ. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്? ഒരു റിയാക്ഷനിൽ മാറ്റർ എന്ന് പറയുന്ന സാധനത്തിന്, അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്ന സാധനത്തിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല എന്ന് പറയുന്നതാണ് കൺസർവേഷൻ ഓഫ് മാസ്. അഥവാ റിയാക്റ്റൻറ്റിൽ എത്ര മാസ് ഉണ്ടോ അത് തന്നെയായിരിക്കും പ്രൊഡക്റ്റിലേക്കും എത്തുന്നത്. അഥവാ റിയാക്റ്റൻറ്റുകളുടെ ടോട്ടൽ മാസും പ്രൊഡക്റ്റുകളുടെ ടോട്ടൽ മാസും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞ ലോയാണ് കൺസർവേഷൻ ഓഫ് മാസ്. ലാവോസിയെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് പ്രൊപ്പോസ് ചെയ്തത്. ദെൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ പറയുന്നത് ഒരു കോമ്പൗണ്ട് ഓൾവേസ്, ഒരു കോമ്പൗണ്ടിലുള്ള എലമെൻറ്റ്സ് ഓൾവേസ് ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും. ഒരു കോമ്പൗണ്ടിലുള്ള എലമെൻറ്റ്സ് എപ്പോഴും ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും ബൈ മാസ് എന്ന് പറഞ്ഞത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. ദെൻ പറഞ്ഞ സയൻറ്റിസ്റ്റ് ആരാണ്? ജോസഫ് പ്രൗസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് പറഞ്ഞത്. DJ, ഡെഫിനിറ്റിൻ്റെ ഡിയും ജോസഫിൻ്റെ ജെ, DJ എന്ന് ഓർത്താൽ മതി, ജോസഫ് പ്രൗസ്റ്റ്. ദെൻ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിലധികം ഉണ്ട്, അഥവാ ഒന്നിലധികം കോമ്പൗണ്ട്സിനെ കുറിച്ച് പറയുന്നു. ഒരേ എലമെൻറ്റുകൾ കൂടി ചേർന്നിട്ട് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരാളുടെ മാസ് എപ്പോഴും ഫിക്സഡും മറ്റേ ആളുടെ മാസ് എപ്പോഴും ഡിഫറൻറ്റ് സീരീസിലുമായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറഞ്ഞപ്പോൾ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ട് ഫോം ചെയ്യണമെങ്കിൽ കാർബണും ഓക്സിജനും എപ്പോഴും ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കണം. കാർബണിൻ്റെ മാസ് 12 ഗ്രാമും ഓക്സിജൻ്റെ മാസ് 32 ഗ്രാമും. ഈ 12:32 എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും, 12:32 അഥവാ ആ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4:8, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3:8 എന്ന് വരും. 4 കൊണ്ടാണ് രണ്ടാളും ഡിവൈഡ് ചെയ്യെങ്കിൽ 3:8 എന്ന് വരും. അപ്പോൾ 3:8 എന്ന് പറയുന്ന റേഷ്യോ ആണ് അവർക്ക് എപ്പോഴും ഉള്ളത്, അഥവാ അതാണ് 12:32. അതാണ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുമ്പോൾ അതേ കാർബണും ഓക്സിജനും ചേർന്ന് CO ഉണ്ടാവാം, CO2 ഉണ്ടാവാം. ആ CO ഉണ്ടാകുമ്പോൾ അവിടെ ഒരാളുടെ വെയിറ്റ് 12 ഗ്രാമും മറ്റേ ആളുടെ വെയിറ്റ് എത്രയാണ്? 16 ഗ്രാമുമാണുള്ളത്, 16 ഗ്രാം. എന്നാൽ ഇവിടെ അത് എത്രയാണ് വരുന്നത്? ഇവിടെ 12 ഗ്രാമും 32 ഗ്രാമുമാണുള്ളത്. അപ്പോൾ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? 12:, ഇവിടെ ഒരാളുടെ മാസ് എപ്പോഴും ഫിക്സഡാണ്, 12 ഒരാളുടെ മാസ് ഫിക്സഡാണ്. പക്ഷേ മറ്റേ ആളുടെ മാസ്, ഓക്സിജൻ്റെ മാസ് 16:32 അഥവാ 1:2 വരുന്നത്. അതാ പറഞ്ഞത് ഒരാളുടെ മാസ് എപ്പോഴും ഫിക്സഡും മറ്റേ ആളുടെ മാസ് എപ്പോഴും ഒരു ഹോൾ നമ്പർ റേഷ്യോയിലുമായിരിക്കും. ദെൻ ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയം പറയുന്നത് ഈ പറഞ്ഞ പോയിൻ്റൊക്കെ തന്നെ, ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ പറഞ്ഞ പോയിൻ്റ് തന്നെ. അവിടെ മാസാണ് പറഞ്ഞെങ്കിൽ ഇവിടെ വോളിയമാണ് പറയുന്നത് എന്ന വ്യത്യാസം. അഥവാ ഗേഷ്യസ് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ഗേഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെയും ആ പ്രൊഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ വോളിയങ്ങൾ തമ്മിൽ ഒരു കൃത്യമായ റേഷ്യോ ഉണ്ടാവണം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എപ്പോഴും ശ്രദ്ധിക്കുക, ഗേഷ്യസിനെ കുറിച്ചുള്ള ലോയാണ് പറയുന്നതെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണെന്ന് പറയണം. ഇത് തന്നെയാണ് അവഗാഡ്രോസ് ലോയും പറയുന്നത്. ഈക്വൽ വോളിയംസ് ഓഫ് ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈക്വൽ വോളിയംസ് ഓഫ് ഗ്യാസസ്,
ഈക്വൽ വോളിയംസ് ഓഫ് ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓർ എസ് ടി പി. എസ് ടി പിയിലുള്ള വോളിയം നിങ്ങൾക്കറിയാം. എസ് ടി പിയിൽ ഒരാൾ 1 മോൾ ആണെന്ന് പറഞ്ഞാൽ അത് 22.4 ലിറ്റർ ആണ്. എപ്പം അറ്റ് എസ് ടി പി. ഇതന്നെയാണ് ആ പറഞ്ഞ പോയിന്റ്. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് മോളും സെയിം ആയിരിക്കും എന്നതാണ് അവഗാഡ്രോസ് ലോ പറയുന്നത്. ദെൻ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ആറ്റം എന്താണ് എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. നിങ്ങൾക്കറിയാം ആറ്റം എന്ന് പറയുന്നത് എക്സ്ട്രീമിലി സ്മോൾ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതാണ് മാട്രൊക്കെ എക്സ്ട്രീമിലി സ്മോൾ ആയിട്ടുള്ള ആറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഒരു എലമെൻറ്റിൻ്റെ ആറ്റങ്ങളൊക്കെ സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ഡിഫറൻറ്റ് എലമെൻറ്റുകളുടെ ആറ്റങ്ങൾക്കൊക്കെ ഡിഫറൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ദെൻ ആറ്റംസും ഇതേപോലെ കൃത്യം റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ കൺസർവേഷൻ ഓഫ് മാസ് പറഞ്ഞ പോലെ ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റങ്ങളെയും ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല. അങ്ങനെ പറഞ്ഞു നമ്മൾ മാസിലേക്ക് എത്തുകയാണ്. മാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്തുന്നതിന് മുമ്പ് ഫസ്റ്റ് പറഞ്ഞിരുന്നത് AMU എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. 1 അറ്റോമിക് മാസ് യൂണിറ്റ്. 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പിൻ്റെ 12 ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് 1 AMU. 1 AMU മീൻസ് 1/12 ഓഫ് കാർബൺ 12 ആറ്റം. ആ 1 AMU പിന്നീട് വെയിറ്റ് ഗ്രാമിൽ എത്രയാണെന്ന് പറഞ്ഞു 1.66 × 10⁻²4. അത് കാണാതെ പഠിക്കൊന്നും വേണ്ട. 1 AMU എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ദെൻ മോൾ കോൺസെപ്റ്റ് പ്രകാരം എന്താണ് മോൾ കോൺസെപ്റ്റ്? മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഒരു മോൾ എന്ന് പറയുന്നത് ആരെയാണ്? ഒരു മോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരെയും വിളിക്കാം. അയാളുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 6.022 × 10⁻23 പാർട്ടിക്കിൾസ് അതിൽ വേണം. ഒന്നെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അതിൽ വേണം. 6.022 × 10⁻23 ആറ്റംസോ മോളിക്യൂൾസോ ഉള്ള ഏതൊന്നിനെയും നിങ്ങൾക്ക് 1 മോൾ എന്ന് വിളിക്കാം മക്കളെ. ദെൻ ആ മോളിൻ്റെ ഇക്വേഷൻ അഥവാ നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് 3 രൂപത്തിൽ കാണാം. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് 3 രൂപത്തിൽ ചെയ്യാം. അതായത് പാർട്ടിക്കിൾസ് ആണ് നിങ്ങൾക്ക് തരുന്നെങ്കിൽ, നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് പാർട്ടിക്കിൾസ് ആണ് തരുന്നെങ്കിൽ, ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസിൻ്റെ സിമ്പിളാണ് N. നമ്പർ ഓഫ് മോൾസിൻ്റെ സിമ്പിളാണ് N. ആ N കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഗിവൺ പാർട്ടിക്കിൾസ് ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ. ഇനി മാസ് ആണ് തരുന്നെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. ഇനി വോളിയം മറ്റേ STP ആണ് തരുന്നെങ്കിൽ ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. അവഗാഡ്രോ നമ്പർ എത്രയാണെന്നറിയാലോ? 6.022 × 10⁻23. അതാണ് ആ പോയിന്റ്. ദെൻ നമ്പർ ഓഫ് മോൾസ് തന്നിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെയിറ്റോ ഒക്കെ തന്നിട്ട് നിങ്ങളോട് ആറ്റംസോ മോളിക്യൂൾസോ കാണാൻ പറയും. അപ്പോൾ മക്കളെ നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കണം. നിങ്ങളോട് ആറ്റംസോ മോളിക്യൂൾസോ കാണാൻ ചോദിച്ചാൽ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ആ നമ്പർ ഓഫ് മോൾസിനെ × NA ചെയ്താൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. ആ NA ചെയ്ത കോൺസെപ്റ്റിനെ അതിൻ്റെ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടോ അതുകൊണ്ട് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. ഫോർ എക്സാമ്പിൾ H2Oയിൽ ടോട്ടൽ 3 ആളുകളാണ്. അപ്പോൾ ×3 എന്ന് ചെയ്യണം. അറ്റോമിസിറ്റി എന്നുള്ളത് ×3 എന്ന് ചെയ്യണം. ഇനി H2Oയിൽ എത്ര H ആണെന്ന് ചോദിച്ചാൽ ×2 ചെയ്താൽ മതി. കാരണം H2Oയിൽ 2 H ആണ്. ഫോർ എക്സാമ്പിൾ NH3യിലുള്ള ടോട്ടൽ ആറ്റംസ് കാണാൻ പറഞ്ഞെങ്കിൽ അറ്റോമിസിറ്റി നിങ്ങൾ ചെയ്യേണ്ടടുത്ത് ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണുക, പിന്നെ NA ചെയ്യുക. ആ NA ചെയ്ത വാല്യൂ ഉണ്ടല്ലോ അതിനെ NH3യിലെ ടോട്ടൽ ആറ്റംസ് ആണ്. NH3യിൽ എത്ര ആൾ? ടോട്ടൽ 4 ആൾ. ഒരു N 3 H. അപ്പോൾ അറ്റോമിസിറ്റി എന്നുള്ളത് ×4 എന്ന് എഴുതുക. അപ്പോൾ എന്താണ് അറ്റോമിസിറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ടോട്ടൽ ഒരു കോമ്പൗണ്ടിൻ്റെ ആക്ച്വൽ ഫോമുലയിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് അറ്റോമിസിറ്റി. ദെൻ എംപിരിക്കൽ ഫോമുല ആൻഡ് മോളിക്കുലാർ ഫോമുല. എന്താണ് ആ പോയിന്റ് എന്ന് പറയുന്നത്? മോളിക്കുലാർ ഫോമുല എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിൻ്റെ ആക്ച്വൽ ഫോമുലയാണ് മോളിക്കുലാർ ഫോമുല. H2O C6H12O6 അതാണ് അതിൻ്റെ മോളിക്കുലാർ ഫോമുല. എന്നാൽ ആ മോളിക്കുലാർ ഫോമുല നിങ്ങൾക്ക് ഷോർട്ടായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ, ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഷോർട്ടായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതാണ് എംപിരിക്കൽ ഫോമുല. എംപിരിക്കൽ ഫോമുല ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എ കോമ്പൗണ്ട്. ദെൻ മോളിക്കുലാർ ഫോമുല കണ്ടുപിടിക്കാൻ എംപിരിക്കൽ ഫോമുലയെ ഒരു നമ്പർ കൊണ്ട് ചെയ്താൽ മതി. മോളിക്കുലാർ ഫോമുല കിട്ടാൻ നിങ്ങളുടെ സിംപ്ലസ്റ്റ് ഫോമുലയെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഏത് നമ്പറാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ N എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ്. ആ N കണ്ടുപിടിക്കാൻ ഏത് നമ്പറാണ് കണ്ടുപിടിക്കണമല്ലോ, ഏത് നമ്പർ കൊണ്ടാണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ ആ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോമുല മാസ് ചെയ്താൽ മതി. മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോമുല മാസ്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പേഴ്സൻറ്റേജ് തന്നാൽ അതിൽ നിന്ന് എങ്ങനെ എംപിരിക്കൽ ഫോമുല കണ്ടുപിടിക്കാം, അതിൽ നിന്ന് എങ്ങനെ മോളിക്കുലാർ ഫോമുല കണ്ടുപിടിക്കാം, അതിനുള്ള സ്റ്റെപ്പാണിത്. ആദ്യം പേഴ്സൻറ്റേജിനെ നിങ്ങൾ ഗ്രാമിലേക്ക് മാറ്റണം. ദെൻ ഗ്രാമിനെ നിങ്ങൾ നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റണം. ആ നമ്പർ ഓഫ് മോൾസിനെ സ്മോളസ്റ്റ് നമ്പർ ഓഫ് മോൾ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ എംപിരിക്കൽ ഫോമുല എഴുതാൻ പറ്റും. എംപിരിക്കൽ ഫോമുല എഴുതിയ ഉടനെ എംപിരിക്കൽ ഫോമുല മാസ് എഴുതണം.
എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടിയാൽ ക്വസ്റ്റ്യനിൽ മോളാർ മാസ് തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യനിൽ തന്ന മോളാർ മാസും എംപിരിക്കൽ ഫോർമുല മാസും ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടും, ഇൻറ്റു ചെയ്യേണ്ട നമ്പർ കിട്ടും. ആ ഇൻറ്റു ചെയ്യേണ്ട നമ്പർ കൊണ്ട് എംപിരിക്കൽ ഫോർമുലയെ ഇൻറ്റു ചെയ്താൽ മോളിക്കുലർ ഫോർമുല കിട്ടും. കാരണം മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ഇ എഫ്, മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ഇ എഫ്, മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എഫ്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർബണിൻ്റെ പെർസെൻറ്റേജ് 40%, ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് 6.6%, ഓക്സിജൻ്റെ പെർസെൻറ്റേജ് 53.34. അതിനെങ്ങനെയാണ് നമ്മൾ മോളിക്കുലർ ഫോർമുല കാണുന്നത് നോക്കിയാൽ മോളിക്കുലർ മാസം തന്നിട്ടുണ്ട് 90. ആദ്യം നമ്മൾ 40%, 60 അങ്ങനെയുള്ള പെർസെൻറ്റേജിനൊക്കെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റി. ആ ഗ്രാമിനൊക്കെ അവരുടെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. കാർബണിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഹൈഡ്രജനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഓക്സിജനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഈ വാല്യൂസ് കിട്ടി. ആ കിട്ടിയ വാല്യൂസിൽ ഏറ്റവും ചെറിയ വാല്യൂ 3.33. അതുകൊണ്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്തു. അപ്പോൾ എല്ലാവരെയും ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് ആദ്യത്തെ 1 കിട്ടി, പിന്നെ 2 കിട്ടി, പിന്നെ 1 കിട്ടി. അഥവാ കാർബണിൻ്റെ എണ്ണം 1, ഹൈഡ്രജൻ്റെ എണ്ണം 2, ഓക്സിജൻ്റെ എണ്ണം 1, അഥവാ CH2O എന്ന് കിട്ടി എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല CH2O എന്ന് കിട്ടിയെങ്കിൽ നമ്മൾ ആ മാസ് അതിൻ്റെ CH2O മാസ് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടി 30. കാർബണിൻ്റെ മാസും ഹൈഡ്രജൻ്റെ മാസും ഓക്സിജൻ്റെ മാസും കൂട്ടിയപ്പോൾ 30 കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ തന്ന മോളാർ മാസ് ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് ഇപ്പോൾ കൂട്ടിയപ്പോൾ കിട്ടി എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 3 എന്ന് കിട്ടി. 90/60 3 കിട്ടി. ആ 3 ആണ് നിങ്ങൾ ഇൻറ്റു ചെയ്യേണ്ട നമ്പർ. ഏതിലേക്ക്? നിങ്ങളുടെ എംപിരിക്കൽ ഫോർമുലയിലേക്ക്. എംപിരിക്കൽ ഫോർമുല CH2O. ആ CH2Oയിലേക്ക് നിങ്ങൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ യു വിൽ ഗെറ്റ് C3H6O3. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. റെഡി അല്ലേ മക്കളെ? ദെൻ നമ്മൾ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനിലേക്ക് പോകണം. എന്താണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൃത്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വേണം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എഴുതുന്ന ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ 2SO2 + O2 gives 2SO3 ആണെങ്കിൽ ഈ സ്റ്റോഷിയോമെട്രിക് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് റേഷ്യോ വെച്ചിട്ട് എഴുതാം എന്നുള്ളതാണ് കെമിസ്ട്രിയുടെ ഏറ്റവും വലിയ ഐഡിയ. അഥവാ ഇതിനെ മാസ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. മാസ് വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ എസിൻ്റെ മാസ് ഓക്സിജൻ്റെ മാസ് എല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് 128 ഗ്രാം എന്ന് കിട്ടും. ഓക്സിജൻ്റെ മാസ് നിങ്ങൾക്ക് 32 ഗ്രാം എന്ന് കിട്ടും. 2SO3യുടെ മാസ് നിങ്ങൾക്ക് 160 ഗ്രാം എന്ന് കിട്ടും. അതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടും. ഇതാണ് അവരുടെ റേഷ്യോ. ആക്ച്വലി ആ റിയാക്ഷൻ പ്രകാരം റേഷ്യോ ഇതാണ്. ഇനി നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് എഴുതാൻ പറ്റും. നമ്പർ ഓഫ് മോൾസ് പറഞ്ഞാൽ ഈ 2 അല്ലേ ഇവിടെ നമ്പർ ഓഫ് മോൾ, അപ്പോൾ 2. ഇവിടെ 1O2 അല്ലേ, അപ്പോൾ 1. ഇവിടെ 2SO3 അപ്പോൾ 2. ഇതാണ് നമ്പർ ഓഫ് മോൾസ്. ഇനി നിങ്ങൾക്ക് പാർട്ടിക്കിൾസ് വെച്ച് എഴുതാൻ പറ്റും. 2 മോളാണെങ്കിൽ 2Na ആയിരിക്കും, 1 മോളാണെങ്കിൽ 1 × Na ആയിരിക്കും, 2 മോളാണെങ്കിൽ 2 × Na. അതും പറ്റും. ഇനി വോളിയം STPയിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ 2 മോൾ എന്ന് പറഞ്ഞാൽ 2 × 22.4 ലിറ്റർ ആയിരിക്കും. 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആയിരിക്കും. 2 മോൾ എന്ന് പറഞ്ഞാൽ 2 × 22.4 ലിറ്റർ ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു റിയാക്ഷൻ കണ്ടാൽ എഴുതാൻ പറ്റുന്ന അളവുകളൊക്കെ എഴുതുന്ന റേഷ്യോയിൽ എഴുതുന്നതിനെയാണ് സ്റ്റോഷിയോമെട്രി എന്ന് വിളിക്കുക. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതൊന്ന് വേഗത്തിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് SO3യുടെ മാസ് കണ്ടുപിടിക്കണം. അതിന് 500 ഗ്രാം SO2 തന്നിട്ടുണ്ട്, 200 ഗ്രാം O2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ക്വസ്റ്റ്യൻ പ്രകാരം ഈ റിയാക്ഷൻ പ്രകാരമുള്ള വാല്യൂസ് എത്രയാണ്? 2SO2ൻ്റെ വെയിറ്റ് 128. എന്താ സാർ ഇവിടെ വെയിറ്റ് എഴുതാൻ കാരണം? ക്വസ്റ്റ്യനിൽ വെയിറ്റ് ആണ് ചോദിച്ചത്. ക്വസ്റ്റ്യനിൽ SO2ൻ്റെ വെയിറ്റാണ് തന്നത്. അതുകൊണ്ട് 2SO2ൻ്റെ റിയാക്ഷൻ പ്രകാരമുള്ള വെയിറ്റ് 128. ഓക്സിജൻ്റെ റിയാക്ഷൻ പ്രകാരമുള്ള വെയിറ്റ് 32 ഗ്രാം. 2SO3യുടെ റിയാക്ഷൻ പ്രകാരമുള്ള വെയിറ്റ് 160 ഗ്രാം. റിയാക്ഷൻ പ്രകാരമുള്ള വെയിറ്റ്. ഇനി ക്വസ്റ്റ്യൻ പ്രകാരമുള്ള പോയിന്റുകളും ഇതേപോലെ എടുത്ത് എഴുതുക. ക്വസ്റ്റ്യൻ പ്രകാരം 500 ഗ്രാം SO2 എന്നാണ് തന്നത്. അപ്പോൾ ഞാൻ താഴെ 128ൻ്റെ താഴെ 500 ഗ്രാം SO2ൻ്റെ താഴെ 500. ഓക്സിജൻ 200 ഗ്രാം എന്നാണ് തന്നത്. അപ്പോൾ O2ൻ്റെ താഴെ 200 ഗ്രാം എന്നാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം 2SO3 എത്രയാണെന്നാണ്. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഉണ്ടോ എന്നാണ്. നമ്മൾ എടുത്തതിൽ ആരെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ലിമിറ്റിംഗ് റിയേജൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് കണ്ടുപിടിക്കുക നോക്കടാ മക്കളെ. ലിമിറ്റിംഗ് റിയേജൻ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ 500നെ 128 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ 300നെ 32 കൊണ്ടും ഡിവൈഡ് ചെയ്യുക. 300 അല്ല 200നെ 32 കൊണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മറ്റത് 3 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുന്നതെന്ന് തോന്നുന്നു അല്ലേ മക്കളെ? 3 പോയിൻറ്റ് സംതിങ് കിട്ടും. അതായത് 500നെ 128 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 3.9. ഓക്കെ, ഇവിടെ 200നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 6.25. ഏത് വാല്യൂ ആണ് ഡിവൈഡ് ചെയ്തപ്പോൾ ചെറുത് കിട്ടിയത്? ഇതല്ലേ സ്മോളസ്റ്റ് വാല്യൂ കിട്ടിയത്? സ്മോളസ്റ്റ് വാല്യൂ കിട്ടുന്നതാണ്, ചെറിയ സ്മോളസ്റ്റ് വാല്യൂ ആണ് തന്നതെങ്കിൽ. നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ ചെറുത് അത് തന്ന ആളാരാ? SO2 അല്ലേ? അപ്പോൾ SO2 ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. SO2 ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. വെരി സിമ്പിളായിട്ട് കിട്ടിയില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് SO2നെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3.9 കിട്ടി. അപ്പോൾ 3.9 ആണ് ഇവിടുത്തെ റേഷ്യോ.
അതായത് 128നെ 500 ആക്കാൻ 128നെ ആക്കാൻ നിങ്ങൾ 3.9 കൊണ്ട് ഇൻറ്റു ചെയ്ത്, അങ്ങനെയാണെങ്കിൽ 160യെ ഇവിടെ കിട്ടുന്ന നമ്പർ ആക്കാനും 3.9 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇവിടെ ചെയ്യരുത്, കാരണം ഇത് കൂടുതലാണ് അളവ്. അപ്പം 160ന്ന് എത്ര കൂടണം? 3.9 ഇൻറ്റു ചെയ്യണം. അഥവാ നിങ്ങൾക്ക് കിട്ടിയ 160നെ ഇൻറ്റു 3.9 ചെയ്താൽ കിട്ടുന്നതായിരിക്കും എമൗണ്ട് ഓഫ് SO3, അഥവാ 625 ഗ്രാം ആയിരിക്കും എമൗണ്ട് ഓഫ് SO3 പ്രൊഡ്യൂസ്. എന്തെങ്കിലും ഇത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ, തീരെ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് എന്തായാലും കൺഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ തന്നെ ലിമിറ്റിംഗ് റേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മുടെ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി. ദെൻ വാട്ട് ഈസ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് ചോദിച്ചാൽ എ റിയാക്ടൻറ്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഫസ്റ്റ് ഇൻ എ കെമിക്കൽ. ഒരു റിയാക്ഷനിൽ ഫസ്റ്റ് തീരുന്ന ആളാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രൊഡക്റ്റ് എത്ര വേണമെന്നുള്ളത് തീരുമാനിക്കും. പ്രൊഡക്റ്റ് എത്രയാണ് ഉണ്ടാവേണ്ടതെന്ന് തീരുമാനിക്കുന്ന അയാളാണ്. സോ ലിമിറ്റിംഗ് റിയേജൻ്റാണ് പ്രൊഡക്റ്റ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് SO2ൻ്റെ അളവ് വെച്ചിട്ട് നമ്മളിവിടെ ഇൻറ്റു ചെയ്തത്. റെഡി. ദെൻ പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമ്പൗണ്ടിലുള്ള ഒരു എലമെൻറ്റിൻ്റെ വെയിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ്, അഥവാ മാസ് ഓഫ് എലമെൻറ്റ് ഇൻ 1 മോൾ. ഒരു മോൾ, അതായത് ഒരു കോമ്പൗണ്ടിലെ ആ എലമെൻറ്റ്, ഇപ്പോൾ H2Oയിൽ ഹൈഡ്രജൻ്റെ വെയിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഇൻറ്റു 100 ചെയ്താൽ പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ കിട്ടും. പിന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ 4 ടേംസ്: മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, മൊളാലിറ്റിൻ്റെ സിമ്പിൾ M ആണ്, N/V എന്നാണ് പറയുക. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്: W2/M2 ഇൻറ്റു V ഇൻറ്റു 1000 എന്ന് എഴുതാറുണ്ട്. W2 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട്, M2 എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, V എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ 1000. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ M കൊണ്ടാണ് സൂചിപ്പിക്കുക. അവിടെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാമിനെ നമ്മൾ W1 എന്നാണ് കൊടുക്കുക, മാസ് ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ ഇതിനെ മാറ്റുമ്പോൾ എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ W2000 ഡിവൈഡ് ബൈ M2 ഇൻറ്റു W1, മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. കൈ എന്നതാണ് അതിൻ്റെ സിമ്പിൾ, അതിന് യൂണിറ്റ് ഇല്ല. ദെൻ മാസ് പെർസെൻറ്റേജ്. എന്താ മാസ് പെർസെൻറ്റേജ്? ആ വേർഡ് തന്നെ ഉണ്ട്. മാസ് പെർസെൻറ്റേജ് പറഞ്ഞാൽ എന്താ? ഒരാളുടെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. This is our chapter knuckles. So some basic concepts is cleared.